ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു പ്രിൻസസ് കട്ടിന് ഒരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന മെയിൻ പ്രശ്നമാണ്, അതായത് കപ്പ് ഷേപ്പ് പ്രോപ്പറായി വരുന്നില്ല എന്നുള്ളതിൻ്റെ പുറമേ ഉള്ള ഒരു പ്രശ്നമാണ് കൈക്കുഴിയുടെ ഈ ഭാഗത്തായിട്ട് നല്ല ചുരുക്കം വരുന്നത്. അതായത് നമ്മുടെ 3 ഡോട്ട് ബ്ലൗസിനെക്കാട്ടിലും പ്രിൻസസ് കട്ട് ബ്ലൗസിൽ അത് എടുത്ത് കാണും. നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് പൊതുവേ ഒന്നല്ലെങ്കിൽ വി നെക്ക് അതല്ലെങ്കിൽ ബോട്ട് നെക്കിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചുളിവില്ലാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ചെറിയ ടിപ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നമ്മുടെ നോർമൽ ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് പ്രിൻസസ് കട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ചെറിയ ടിപ്സുകളായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ കട്ടിങ്ങിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് പ്രിൻസസ് കട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ഇട്ടിട്ടുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള പ്രിൻസസ് കട്ടാണ് കേട്ടോ. 2 തരത്തിലുള്ളത് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലിത് അപ്ലൈ ചെയ്താലും മതി ഈ ഒരു ട്രിക്ക്. അപ്പോൾ നമ്മളതൊന്ന് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ടും പ്രിൻസസ് കട്ട് പറയുമ്പോൾ ഓരോ ആൾക്കാർ ഓരോ രീതിക്കാണ് ചെയ്യാറ്. ഇതിൽ ചിലവർ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്കായിട്ട് 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കും ഷേപ്പ് എടുക്കുക, പ്രിൻസസ് കട്ടിൻ്റെ ആ ഷേപ്പ്. അതല്ലെങ്കിൽ കോർണറിൽ നിന്നും 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മുകളിലോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അത് ഓരോ ആൾക്കാരുടെ കട്ടിങ് രീതിയാണ്, അപ്പോൾ അതിന് തെറ്റ് പറയുകയല്ല. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാക്ക് സൈഡ് വെച്ചിട്ട് ഷോൾഡർ, കൈക്കുഴി, ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്ക് സൈഡത്തെ ആം ഹോളിൻ്റെ ബോക്സ്. നമ്മൾ കൈക്കുഴി സെൻറ്ററാക്കി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് എടുക്കുമല്ലോ പ്രിൻസസ് കട്ടിന്. അപ്പോൾ അതുപോലെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ട് സൈഡത്തെ കൈക്കുഴി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഈ കോർണറിൽ നിന്നും മുകളിലോട്ടായിട്ട് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ 1.25 ഇഞ്ചിൽ നിന്നും മുകളിലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം കോർണറിൽ നിന്നും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 1.25 ഇഞ്ചിൽ നിന്നും ഇവിടേക്കായിട്ട്, ഓക്കെ, ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ചെറിയ ലൈന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോയിൻ്റ് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 1-2 പ്രാവശ്യം കണ്ടാലേ ഇത് ക്ലിയർ ആവുള്ളൂ. ഫസ്റ്റ് ടൈം കാണുമ്പോൾ എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ കറക്റ്റാക്കി എടുക്കണം. അതായത് ബാക്ക് സൈഡത്തെ കൈക്കുഴി വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് വരച്ച് കൊടുക്കണം. 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുക്കുക. കറക്റ്റായിട്ട് ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഭാഗം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തുവല്ലോ, അവിടെ വരെ ഈ ബാക്ക് സൈഡ് കറക്റ്റാക്കി വെച്ചിട്ട് ആ ഒരു കൈക്കുഴിയുടെ ഷേപ്പ് എടുത്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ബാക്ക് സൈഡ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ വരച്ചു കൊടുക്കുക. ആ 1/2 ഇഞ്ച് വരെ മാത്രം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടായിട്ടുള്ള ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിലേക്കാണ് കേട്ടോ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക് സൈഡും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഏതുവരെയാണ് ഷേപ്പ് എടുത്തതെന്നുള്ളത് അറിയാനായിട്ടാണ് ബാക്ക് സൈഡും കൂടി അത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റും ഈ 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഒരു ലൈന് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിൻറ്റിലേക്ക് ഈ ബാക്ക് സൈഡ് വെക്കുക. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്ന കാട്ടം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഇത്തിരി കൺഫ്യൂഷനുള്ള കാര്യമാണ് കേട്ടോ. എന്നാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡ് എങ്ങനെയാണോ കൈക്കുഴി വരുന്നത് അതേ ഷേപ്പിൽ വരച്ചിട്ട് ചെസ്റ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം, ഇല്ലെങ്കിൽ സ്ലോ ആയിട്ട് ചെയ്യുന്നതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട്
ഈ ഷേപ്പ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതായത് ബ്രസ്റ്റ് പോയിൻ്റ് തൊട്ടിട്ട് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള അകലം മാർക്ക് ചെയ്ത് പിന്നെ ആ ഒരു ഷേപ്പ് കൊടുക്കുക. സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈന് നമ്മളൊരു ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ സെയിം അതേപോലെ ചെയ്യുക കേട്ടോ. അതിൽ മാറ്റം വരുത്തുന്നത് ഈ ഭാഗം മാത്രമാണ്, കൈക്കുഴിയുടെ ഭാഗം മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ രണ്ടും കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം കേട്ടോ, അത് ചെയ്യേണ്ടെന്നല്ല. ചില ആൾക്കാർക്ക് നല്ല ചുളിവ്, അതായത് ചുളിഞ്ഞിട്ടൊന്നും ഇടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല കംഫർട്ടും ആയിരിക്കും, കാണാനൊരു ഭംഗിയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷേപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ 1 ഇഞ്ച് ഉണ്ടല്ലോ, ഇവിടെ നിന്നും ഈ 1/2 ഇഞ്ചിലേക്ക് ഒരു ലൈന് വരച്ച് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ചെയ്ത പോലെ തന്നെയാണ്. എന്നിട്ട് ഈ മുകളിൽ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിൽ നിന്നും ഇവിടെ നിന്ന് ഈ 1/2 ഇഞ്ചിലേക്ക്. ഓക്കെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതിൽ കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇതുപോലെ നമ്മൾ ഈ 2 ലൈനും ജോയിൻ ചെയ്യുന്നത് താഴെ ആ ഷേപ്പിൻ്റെ ആ പോയിൻറ്റിലാണ്. ഓക്കെ, ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 1 ഇഞ്ച് നമ്മൾ ഇവിടെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, ഈ 1 ഇഞ്ചാണ് നമുക്ക് അവിടെ ചുളിവ് വരാനായിട്ടുള്ള കാരണം. അപ്പോൾ ആ 1 ഇഞ്ചിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ ആ ചുളിവിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ വരച്ചുവല്ലോ ഒരു 1/2 ഇഞ്ച് താഴേക്ക് ആക്കിയിട്ട്, അപ്പോൾ അതിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ 1 ഇഞ്ച് ആ പോയിൻ്റ് വരെ ഇതേ ഷേപ്പ് കൊണ്ടുപോവുക. എന്നിട്ട് നമുക്ക് ഈ കപ്പ് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പ് ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ നോർമൽ എല്ലാ ബ്ലൗസിനും ചെയ്യുന്ന പോലെ, അതായത് പ്രിൻസസ് കട്ട് ബ്ലൗസിന് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ലൈൻ, അതായത് റെഡ് കളറിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ആ ഒരു ഷേപ്പ് ഷോൾഡറിൻ്റെ അവിടേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഷോൾഡറും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾ ക്ലോത്തിൽ കട്ട് ചെയ്ത ഉടനെ സ്റ്റിച്ച് ചെയ്യരുത്. ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് വെക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇല്ലെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പിടിച്ച് വലിച്ച പോലെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാലും പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് കൈക്കുഴിയുടെ അളവ് കറക്റ്റാണോ നോക്കുക, ബാക്കും ഫ്രണ്ടും കറക്റ്റാണോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇളകി പോവാതിരിക്കാനായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് കൈക്കുഴിയുടെ അളവ് വേണ്ടത്. അപ്പോൾ 9 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ച് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി അളന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടി ഇതേപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്നും കറക്റ്റായിട്ട് 1/4 ഇഞ്ച് ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ പിടിച്ച് നോക്കുക കേട്ടോ. ഒരുപാട് ലെങ്ത് ആവരുത്. അപ്പോൾ 9 ഇഞ്ച് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കും കൂടി ഒന്ന് അളന്ന് നോക്കുക. ബാക്ക് 9 ഇഞ്ച് ആയിരുന്നു. ഒന്നും കൂടി അളന്ന് നോക്കാം നമുക്ക്. അതിൽ ചെയ്ത പോലെ തന്നെ നമുക്കിതിൽ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ വിരലിങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിലും കറക്റ്റ് 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് കൈക്കുഴി രണ്ടും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ആ സ്ലോപ്പ് ചെറുതായിട്ട് കൊടുത്താൽ മതി. ഇത് ബോട്ട് നെക്കല്ല, വി നെക്കാണ്. ബാക്ക് സൈഡ് ഇത്തിരി ഡീപ്പായി നെക്കും ആയതുകൊണ്ടാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതിരുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഷേപ്പ് തന്നെ കിട്ടും. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടേക്ക് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ തന്നെ നോക്കിയാലും ശരിയാവില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ അതൊരു ബോറായിട്ട് ചുളുക്കം, ഓക്കെ, ചുളിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് തനിയെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ അതങ്ങനെ വഴങ്ങി തരും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.